ഹലോ ഗൈസ്, ക്യാമ്പസ് ഓഫ് ഫിനാൻഷ്യൽ ഫ്രീഡം വിത്ത് നിസാം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞത് ഫിനാൻഷ്യൽ പ്ലാനിംഗ് ആണ്, സാമ്പത്തിക ആസൂത്രണം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കുന്ന വിഷയം എന്ന് പറയുന്നത് സമ്പാദ്യശീലം അല്ലെങ്കിൽ സേവിങ്സ് ഹാബിറ്റ് എന്നുള്ളതാണ്. സേവിങ്സ് ഹാബിറ്റ് എവിടെ നിന്ന് തുടങ്ങണം? നമ്മൾ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, നമ്മുടെ കേരളത്തിലൊക്കെ പ്രചാരിതം നേടിയൊരു പഴഞ്ചൊല്ലാണ് ചുട്ടയിലെ ശീലം ചുടല വരെ എന്നുള്ളത്. ചെറുപ്രായത്തിൽ എന്ത് പഠിപ്പിക്കുന്നോ അത് അവൻ്റെ കൂടെ മരണം വരെ ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്ന വിഷയം, അല്ലേ? അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ സമ്പാദ്യശീലം ആരംഭിക്കേണ്ടത് എവിടെ നിന്നാണ്? കുട്ടികളിൽ കൂടെയാണ്. നമ്മുടെ കുട്ടികളിൽ കൂടെ വേണം സമ്പാദ്യശീലം ആരംഭിക്കാൻ. സേവിങ്സ് ഹാബിറ്റ് സ്റ്റാർട്ട് ഫ്രം സ്റ്റുഡൻസ് എന്നുള്ളതാണ് കറക്റ്റായ പോയിന്റ് എന്നുള്ളത്. കാരണം ചെറുപ്രായത്തിൽ തന്നെ ഒരു സമ്പാദ്യശീലം അല്ലെങ്കിൽ ഒരു സേവിങ്സ് ഹാബിറ്റ് അവരിലേക്ക് നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്ക് മണി മാനേജ്മെൻറ്റിനെ പറ്റിയുള്ള ചെറിയ ചെറിയ ഐഡിയാസ് കിട്ടും. ഉത്തരവാദിത്ത ബോധം വരും. നമ്മൾ പലപ്പോഴും പറയാറില്ലേ, പണത്തിൻ്റെ മൂല്യം അറിയില്ല എൻ്റെ മക്കൾക്കെന്ന്. ആ ഒരു പറച്ചിൽ നമുക്ക് ഒഴിവാക്കാൻ കഴിയും. നമ്മുടെ കുഞ്ഞുങ്ങൾ പണത്തിൻ്റെ മൂല്യം അറിഞ്ഞ് വളരും. തീരുന്നില്ല. അപ്രതീക്ഷിതമായ സാഹചര്യങ്ങൾക്കുള്ള തയ്യാറെടുപ്പ് കുഞ്ഞുങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാതാപിതാക്കളെ സഹായിക്കാൻ പറ്റും. പെട്ടെന്നൊരു പ്രതിസന്ധി വരുമ്പോൾ പറയും, അമ്മ അല്ലെങ്കിൽ അമ്മ അച്ഛൻ എൻ്റെ കയ്യിൽ ഇത്ര രൂപയുണ്ട്, ഞാൻ ശേഖരിച്ച് വെച്ചാൽ അത് നിങ്ങളെടുത്തോളൂ പ്രതിസന്ധിക്ക് എന്നവന് പറയാൻ പറ്റും. കഴിയുന്നില്ല. ഇത്തരം ശീലങ്ങൾ വളർത്തിക്കൊണ്ടുവരുന്നതിലൂടെ അവർക്ക് ചിട്ടയായ ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് നടപ്പിലാക്കാൻ കഴിയും ഫ്യൂച്ചറിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഒട്ടേറെ കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. കുട്ടികളിൽ എങ്ങനെയാണ് സമ്പാദ്യശീലം നടത്തേണ്ടത്? ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, നമ്മൾ കുട്ടികൾക്ക് മുട്ടായി വാങ്ങുന്നതിലേക്കൊക്കെ പൈസ കൊടുക്കുമ്പോൾ, ഉദാഹരണം പറഞ്ഞാൽ ഒരു 10 രൂപ നമ്മുടെ കുഞ്ഞിന് കൊടുക്കുകയാണ് മുട്ടായി വാങ്ങാനായിട്ട്. ആ 10 രൂപയിൽ 5 രൂപ അല്ലെങ്കിൽ 3 രൂപ അവനെ കൊണ്ട് തന്നെ പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്നതാണ് കാണിക്ക വഞ്ചി അല്ലെങ്കിൽ കായ് കൊടുക്കുക എന്നൊക്കെ പറയുന്ന സംഭവം, അല്ലേ? ഒരു ഹോർലിക്സ് കുപ്പിയൊക്കെ എടുത്തിട്ട് അതിൻ്റെ റൗണ്ടൊക്കെ ചെയ്ത് നമ്മൾ ഒട്ടിച്ച് അടപ്പ് ഭാഗത്തൊരു ചെറിയ പൈസയൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു തുളയൊക്കെ ഇട്ട്, അല്ലേ? അപ്പോൾ അത്തരത്തിലൊരു കാണിക്ക ബോക്സൊക്കെ ഇന്ന് ഇമ്പിൾഡ് ആയിട്ടുള്ള കാണിക്ക ബോക്സുകളൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട് നമ്മുടെ മാർക്കറ്റിൽ. അപ്പോൾ ഇത്തരത്തിൽ ഒരു ബോക്സ് അവർക്ക് കൊടുക്കുക, അതിലേക്ക് അവനെ കൊണ്ട് ഇടിപ്പിക്കുക. മാതാപിതാക്കളുടെ നേതൃത്വത്തിൽ നിർദ്ദേശത്തിൽ കുഞ്ഞിനെ കൊണ്ട് തന്നെ ഇടിപ്പിക്കുക. കാരണം അപ്പോൾ അവൻ ഇത് കണ്ട് വളരാൻ സാധിക്കും. അവൻ ഇടുന്നതോടൊപ്പം തന്നെ അനുദിനം ഇത് അവനോട് ചെയ്യാൻ പറയുക. അവന് മുട്ടായി വാങ്ങിക്കാൻ കൊടുക്കുമ്പോൾ 10 രൂപ കയ്യിൽ കിട്ടിയാൽ 10 രൂപയ്ക്ക് മുട്ടായി വാങ്ങാതെ 7 രൂപയ്ക്കോ 6 രൂപയ്ക്കോ മുട്ടായി വാങ്ങിയിട്ട് ബാക്കി 4 രൂപയോ 3 രൂപയോ ഈ സമ്പാദ്യത്തിലേക്ക് ചെയ്യാൻ പറയുക. ഈ ഒരു ബോക്സിനകത്തേക്ക് ഇട്ട് നിക്ഷേപിക്കാൻ പറയുക, സൂക്ഷിക്കാൻ പറയുക. ഇത് തന്നെയാണ് സമ്പാദ്യശീലത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. എന്നിട്ട് ഈ പൈസ എങ്ങനെയാണ് അവർക്ക് ചിലവാക്കാൻ കാണിച്ചു കൊടുക്കേണ്ടത്? സമ്പാദ്യശീലം എന്ന് പറയുമ്പോൾ ഒരു ക്രൈസിസ് വരെ നമുക്ക് എടുക്കാൻ കൂടെ ഉപയോഗപ്പെടണമല്ലോ. അപ്പോൾ ഇവനൊരു അത്യാവശ്യം വന്നു, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ ഒരു സ്കൂളിലേക്ക് ഒരു ബുക്ക് വാങ്ങിക്കാനൊരു അത്യാവശ്യം വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങണം സ്കൂളിലെ പരിപാടികൾക്ക്. അപ്പോൾ ഈ പൈസയിൽ നിന്ന് എടുത്തിട്ട് അത്യാവശ്യത്തിന് ചിലവാക്കാൻ പറയണം. അപ്പോൾ അവൻ എന്ത് മനസ്സിലാവും? എമർജൻസി ഘട്ടങ്ങളിൽ എടുത്ത് ചിലവാക്കാൻ കഴിയുന്ന ഒന്നാണ് ഈ സേവിങ്സ് എന്നുള്ളത്. അടിയന്തര സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നാണ് സേവിങ്സ് എന്നുള്ളത് മനസ്സിലാവും. തീരുന്നില്ല. ഗവൺമെൻറ് പോലും ഇത് പ്രോത്സാഹിപ്പിക്കുന്നു. നമുക്കറിയാം, സുകന്യ സമൃദ്ധി ഉണ്ട്. ഞാനത് ഡീറ്റെയിൽസ് പറയുന്നുണ്ട്, വരുന്നത് അടുത്ത ക്ലാസ്സുകളിലൊക്കെ ഞങ്ങളത് പറയും. സുകന്യ സമൃദ്ധി ഉണ്ട്, പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് ഉണ്ട്. തീരുന്നില്ല. അതുപോലെ തന്നെ ഒട്ടേറെ പദ്ധതികൾ ഗവൺമെൻറ് പോലും കുട്ടികൾക്കായിട്ടൊന്ന് കൊണ്ടുവരുന്നുണ്ട്. കുട്ടികൾക്ക് സമ്പാദ്യശീലം കൊണ്ടുവന്നാൽ മാത്രമേ അവരുടെ ഭാവിയിലേക്ക് അതൊരു ചിട്ടയായൊരു ജീവിതശൈലി നടത്താൻ കഴിയുള്ളൂ. ഇനി കുട്ടികളിൽ എങ്ങനെ സംഭരണശീലം വളർത്താം? ചെറിയ ചെറിയ പിഗ്ഗി ബാഗുകൾ നമ്മൾ കണ്ടിട്ടുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞു കാണിക്ക വഞ്ചികൾ അവർക്ക് കൊടുക്കുക. അത് കൊടുത്ത് അതിലേക്ക് ചെറിയ ചെറിയ സംരംഭങ്ങൾ ഇട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുക. ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ ഇതുപോലത്തെ ഒരു ബോക്സ് തയ്യാറാക്കുക, ഒരു ബോക്സ് എടുക്കുക, ആ ബോക്സിലേക്ക് അവരെ കൊണ്ട് ഇടിപ്പിക്കുക. എന്താണ്? 1 രൂപയോ 2 രൂപയൊക്കെ ഇട്ടിട്ട് വെപ്പിക്കുക. പണ്ട് കാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു, നമുക്കറിയാം, ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പൂജാ റൂമിനകത്ത് ഒരു പ്രത്യേക കാണിക്കപ്പെട്ടി സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ഒരു ലക്ഷ്യം. അതുപോലെ തന്നെ കുട്ടികളിൽ ഓരോ ലക്ഷ്യം ഉണ്ടാക്കിയെടുക്കുക. എന്തിനാണ് ലക്ഷ്യമെന്നുള്ളത്? അവന് പറയാടാ, നിനക്ക് ഫ്യൂച്ചറിൽ ഒരു ബുക്ക് വാങ്ങിക്കണം, അല്ലെങ്കിൽ നിനക്കൊരു കമ്പ്യൂട്ടർ വാങ്ങണം.
നീ ഇപ്പോഴേ സമ്പാദിക്കും. അങ്ങനത്തെ രീതിയിലേക്ക് അവനൊരു ലക്ഷ്യം കൊടുക്കുക. ഈ പൈസ അവനൊരു എയിമുണ്ട്, ഈ സമ്പാദിക്കുന്നത് കൊണ്ട് അവനൊരു ലക്ഷ്യമുണ്ട് എന്ന് ബോധ്യം വരുത്തുക കുഞ്ഞിന്. തീരുന്നില്ല, ചെലവുകളും വരുമാനവും ഒക്കെ മനസ്സിലാക്കാൻ പഠിപ്പിക്കുക. എന്താണ് ചെലവ്, അതെങ്ങനെയാണ് ചെലവാക്കേണ്ടത്, സൂക്ഷ്മതയോടെ എങ്ങനെ വേണം കൈകാര്യം ചെയ്യാൻ എന്നുള്ളതൊക്കെ അവനെ പറഞ്ഞ് മനസ്സിലാക്കുക. 10 വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് മുതൽ ഇത് ആരംഭിക്കണമെന്നാണ് പ്രത്യേകമായിട്ട് പറയാനുള്ളത്. തീരുന്നില്ല, കുട്ടികൾക്കിടയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ നൽകേണ്ട ഒരു സാധനമുണ്ട്. 2 കാര്യങ്ങൾ. ഒന്ന്, അപ്രീസിയേഷൻ കൊടുക്കുക കുട്ടികൾക്ക്. 2, പാരിതോഷികം കൊടുക്കുക, റിവാർഡ് കൊടുക്കുക. ഈ റിവാർഡ് കൊടുക്കുന്നത് പൈസയാണെങ്കിൽ ആ പൈസ അവർക്ക് റിവാർഡ് കൊടുക്കുന്നതോടൊപ്പം തന്നെ സമ്പാദ്യശീലമാക്കി മാറ്റാൻ പഠിപ്പിക്കുക. കിട്ടുന്ന പൈസ മുട്ടായി വാങ്ങി കളയാതെ അവരെ കിട്ടുന്നതിലൊരു ഭാഗം അവരെ കൊണ്ട് സമ്പാദിക്കാൻ പഠിപ്പിക്കുക. അത് മാത്രമല്ല, ഈ സമ്പാദ്യം തുടർന്ന് വരുമ്പോൾ അവന് വേണ്ടി തന്നെ ഒരാവശ്യം, അവൻ്റെ ഒരാവശ്യത്തിന് വേണ്ടി തന്നെ ഈ പൈസ എടുപ്പിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് കുട്ടികളിലൂടെയാണ് സമ്പാദ്യശീലം തുടങ്ങേണ്ടത്. ഒറ്റ കാര്യമുള്ള, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പഴഞ്ചൊല്ലാണ് അതിൻ്റെ 11 പറയുന്നത്, ചുട്ടയിലെ ശീലം ചുടല വരെ. നമ്മൾ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുന്നത് എന്തോ അത് അവരത് ഫോളോ ചെയ്യിപ്പിക്കണം. അപ്പോൾ ഞാൻ ആവർത്തിക്കുന്നില്ല, ഒന്നുകൂടി പറയുവാണ്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ സമ്പാദ്യശീലം പഠിപ്പിച്ചാൽ കൃത്യമായിട്ടുള്ള ഒരു നല്ല ശീലം അവരിലുണ്ടാകും. എന്താണ്? കിട്ടുന്ന പൈസ ദൂർത്തടിക്കാതെ ആവശ്യത്തിന് ഉപകരിക്കുന്ന രീതിയിൽ അവർക്കൊന്ന് സമ്പാദിച്ച് വെക്കുവാനുള്ള ഒരു പ്രാപ്തി കൈവരിക്കാൻ കഴിയും. കാരണം ഇന്ന് നമ്മുടെ മക്കളുടെ കയ്യിൽ കൊടുക്കുന്ന പൈസ അവനെ പഠിപ്പിക്കണം. ഈ പൈസ എങ്ങനെയാണ് വരുന്നത്, ഈ പൈസ വരുന്നതിൻ്റെ കഷ്ടപ്പാട് എന്താണ്, ഇതിൻ്റെ മൂല്യം എന്താണ്, ഇത് നീ എങ്ങനെ വിനിയോഗിക്കണമെന്ന് മാതാപിതാക്കൾ കാണിച്ചു കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ മാതാപിതാക്കളുടെ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കുമ്പോൾ അവരെന്ത് ചെയ്യും? അവർക്കത് മനസ്സിലാക്കാൻ കഴിയും. അവരും അതുപോലെ പ്രാവർത്തികമാക്കും. അതിൻ്റെ കൂട്ടത്തിലാണ് അവർ പണം സമ്പാദിക്കുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള റിവാർഡുകളൊക്കെ, നമ്മൾ സമ്പാദ്യശീലം ആരംഭിക്കുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ റിവാർഡുകൾ കൊടുക്കുന്നത്. ഈ പൈസയൊക്കെ കുഞ്ഞുങ്ങളെ കൊണ്ട് തന്നെ ചെലവാക്കണം. എങ്ങനെ? മൂല്യമായ രീതിയിൽ ചെലവാക്കിക്കണം. ഇപ്പോൾ ദൂർത്തടിക്കാത്ത രീതിയിൽ സമ്പാദിക്കുന്ന പൈസകൾ അവരെ കൊണ്ട് തന്നെ, അവരെ കൂടെ കടയിൽ കൊണ്ടുപോയിട്ട് അവർക്കിഷ്ടമുള്ള, ആവശ്യമുള്ള, ഉപയോഗപ്പെടുന്ന വസ്തുവകകൾ നമ്മൾ വാങ്ങിക്കൊടുക്കുമ്പോൾ അവന് മനസ്സിലാവും, ഈ സമ്പാദിക്കുന്ന പൈസ കൊണ്ട് നമുക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കുക എന്നതിലുപരി ആവശ്യഘട്ടത്തിൽ അത്യാവശ്യമായ വസ്തുവകകൾ വാങ്ങാൻ വേണ്ടി നമുക്കിത് ഉപകരിക്കുമെന്ന് കുട്ടികൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ചെറിയ ബാങ്ക് അക്കൗണ്ടുകൾ തുറക്കാം കുട്ടികൾക്ക് വേണ്ടിയിട്ട്, മൈനർ അക്കൗണ്ടുകൾ തുറക്കാം. ഏതൊരു ബാങ്കിൽ പോയാലും, പോസ്റ്റ് ഓഫീസിലാണെങ്കിലും ഇന്ന് ധാരാളം അക്കൗണ്ടുകൾ തുറക്കുവാനുള്ള ഓപ്ഷനുണ്ട്, പല കാറ്റഗറികളിലും, പല രീതികളിൽ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, പബ്ലിക് പ്രോവിഡൻറ്റ് ഫണ്ടാണെങ്കിലും, അതുപോലെ തന്നെ സുകന്യാ സമൃദ്ധി സ്ത്രീകൾക്ക്, പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതാണെങ്കിലും ഒക്കെ സേവിങ്സ് പദ്ധതികളാണ്. ഇതൊക്കെ സേവിങ്സ് പദ്ധതികളാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇൻട്രസ്റ്റ് കൂടെ കിട്ടും, ഇതിനൊരു പലിശ കൂടെ കിട്ടും. ഒരു നിശ്ചിത കാലയളവിലത്തേക്കാണ് ഒരു സേവിങ്സ് ആയിട്ട് വരുന്നതൊക്കെ. അപ്പോൾ വീട്ടിൽ നമ്മൾ സമ്പാദ്യശീലം പഠിപ്പിച്ചാലും ബാങ്കിലാണെങ്കിലും കുഞ്ഞുങ്ങളിലേക്ക് ഇത് പ്രോത്സാഹിപ്പിക്കുക. കൂടുതൽ നമ്മൾ അവർക്ക് കാണിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന വിഷയമെന്ന് പറയുന്നത്, സമ്പാദ്യശീലം കുട്ടികളിൽ കൂടെ വേണം ആരംഭിക്കാൻ. ചെറിയ ചെറിയ രീതിയിൽ അവർക്കുള്ള സമ്പാദ്യശീലം ആരംഭിക്കുക, സമ്പാദ്യ പദ്ധതികൾ ആരംഭിക്കുക, അവരെ കൊണ്ട് തന്നെ അതിലേക്ക് കോൺട്രിബ്യൂഷൻ ചെയ്യിപ്പിക്കുക. നമ്മൾ കൊടുക്കുന്ന പൈസ അവരെ കൊണ്ട് കോൺട്രിബ്യൂഷൻ ചെയ്യിപ്പിക്കുക. അടിയന്തര സാഹചര്യങ്ങളിൽ, അത്യാവശ്യ ഘട്ടങ്ങളിൽ അവരുടെ അത്യാവശ്യം എന്താണ് അതിലേക്ക് ഈ പൈസ ചെലവഴിക്കാൻ പഠിപ്പിക്കുക. അനാവശ്യമായിട്ടുള്ള ചിലവാക്കൽ ഇതിലൂടെ കൃത്യമായിട്ടുള്ള പ്രധാന പ്രത്യേകത എന്താണ്? ഇതിലൂടെ അവർക്ക് ലഭിക്കുന്നത് ചിട്ടയായ ഒരു ജീവിതശൈലി, കൃത്യമായ സാമ്പത്തിക ആസൂത്രണത്തോടു കൂടിയുള്ളൊരു ജീവിതശൈലി കുഞ്ഞുങ്ങൾക്ക് കെട്ടിപ്പടുക്കാൻ സാധിക്കും. അതിന് മാതാപിതാക്കൾക്ക് അവരെ സഹായിക്കാൻ കഴിയും. അതുകൊണ്ടാണ് സമ്പാദ്യശീലം, സാമ്പത്തിക ആസൂത്രണം ചെയ്യുന്നതിൽ ഒരു പ്രധാന പങ്ക് സമ്പാദ്യത്തിനുണ്ട്. സമ്പാദ്യശീലം വർദ്ധിപ്പിക്കണമെന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.